ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കോർണർ ഏരിയ എങ്ങനെ ചെയ്യാമെന്നാണ്. കോർണർ ഏരിയ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ നോർമലി നമ്മൾ ചെയ്തപ്പോൾ ഒരു ലെയറേ ത്രെഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ 2 ലെയർ ഉണ്ട്. അപ്പോൾ 2 ലെയറിൽ നമ്മൾ കോർണർ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ പോകുന്ന ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ലോങ്ങിലൊരു സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ നമ്മളിങ്ങനെ മെല്ലെ വലിച്ചെടുക്കുക. ഈ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പൊട്ടാതെ നോക്കണം. പെട്ടെന്ന് സ്പ്ലിറ്റായി പോവും. ഇപ്പോൾ ഈ ഒരു കോർണറിൽ ചെയിൻ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് ത്രെഡിനെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടിയിൽ നിന്ന് 2 ത്രെഡും വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക, മുകളിലേക്ക് വലിക്കുക, വീണ്ടും ത്രെഡിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക, മുകളിലേക്ക് വലിച്ചതിന് ശേഷം പതിയെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഈ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു ചെയിൻ ലോക്ക് മെല്ലെ വലിച്ചു കൊടുക്കുക. നമ്മൾ വലിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ലോക്ക് പൊട്ടാതിരിക്കുക. ഓക്കെ, നമ്മൾ വല്ലാതെ ടൈറ്റ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോക്ക് പൊട്ടിപ്പോവും. എന്നിട്ടിങ്ങനെ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മെല്ലെ വലിക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാനാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ത്രെഡിനെയും കൂടി എടുത്തിട്ട് മെല്ലെ പൊക്കുക, മെല്ലെ വലിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഇങ്ങനെയാണ് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ.